ഹായ് ഗൈസ്, ഇന്നും എനിക്ക് എക്സാം ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ എക്സാം ഒക്കെ നമ്മൾ നേരെ എത്തി നമ്മുടെ പന്തളം പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക്. അവിടെ എത്തിയപ്പോഴേക്കോ ഭയങ്കര വിശപ്പ്, എന്താണെന്നറിയില്ല, എപ്പോഴും ഇതിൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ ഭയങ്കര വിശപ്പാണ്. അങ്ങനെ നമ്മൾ നേരെ കയറി നമ്മുടെ പൂരം ബേക്കറിയിലേക്ക്. അവിടെ കയറി രണ്ട് ഷാർജയ്ക്കും രണ്ട് കട്ട്ലേറ്റിനും ഓർഡർ കൊടുത്ത് കാത്തിരുന്ന് ഗൈസ്. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ കട്ട്ലേറ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നു. അതിനുശേഷം കടന്നു വന്നത് ഷാർജയായിരുന്നു. അങ്ങനെ ഷാർജയും കട്ട്ലേറ്റും കഴിച്ചതിന് ശേഷം രണ്ട് പപ്സ് പാഴ്സലും വാങ്ങിച്ച് നമ്മൾ അവിടെ നിറഞ്ഞു ഗൈസ്. അങ്ങനെ കാര്യം പറഞ്ഞ് നടന്നപ്പോഴാണ് ഗൈസ് നമ്മുടെ വിഘ്നേഷിനെ നമ്മൾ കണ്ടത്. അങ്ങനെ വിഘ്നേഷോട്ട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ കയറിയത് ഒരു ഫാൻസി കടയിലേക്കാണ് ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ നടന്നു നമ്മുടെ KSRTC സ്റ്റാൻഡിലേക്ക്. അവിടെ കുറച്ച് ഇരുന്ന് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ച് കുറച്ച് ലേസൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മൾ നേരെ വിട്ടു ക്ലിനിക്കിലേക്ക്. എനിക്ക് പല്ലിൽ കമ്പി ടൈറ്റ് ചെയ്യണം ഗൈസ്. അങ്ങനെ പല്ലിലെ കമ്പിയൊക്കെ ടൈറ്റ് നമ്മൾ വെളിയിറങ്ങിയപ്പോഴേക്കും ഒടുക്കത്തെ മഴയായിപ്പോയി ഗൈസ്. കാലാവസ്ഥ പെട്ടെന്ന് തന്നെ മാറിയിരിക്കുന്നു. കൊച്ചിന് വെള്ളം അലർജി ആയിട്ടാണ് ഗൈസ് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക്. അവിടെ ചെന്നപ്പോഴോ ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സില്ല കേസ്. പിന്നെ ഒരു റൗണ്ട് കറങ്ങി അടിച്ച് വന്നപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബസ് വന്നു ഗൈസ്. അങ്ങനെ ബസ്സിൽ കയറിയിരുന്ന് അവിടെ ഇരുന്ന് കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ബൈ.